ഹേ ഗായ്സ്, വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു റെസിപ്പിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ബ്രെഡ് ബോൾസ് ആണ്. ഒന്ന് ഞാൻ ചീസ് ബോൾസ് ആയിട്ടാണ് തയ്യാറാക്കുന്നത്, ഒന്ന് നോർമൽ ബേസിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല. കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി റെസിപ്പിയിലോട്ട് കിടക്കാം. അതിനായിട്ട് നമുക്കൊരു കടായി എടുക്കാം. കടായി ഏകദേശം നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇതിലോട്ട് ഒരു 1/4 കപ്പ് നമുക്ക് കടല ചേർത്ത് കൊടുക്കാം. കടലയിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. സാധാരണ നമ്മൾ വറുത്ത് കഴിക്കുന്ന കടലയാണ് ചമ്മന്തിയൊക്കെ തയ്യാറാക്കുന്നത്. ആ ഒരു കടല നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഒരു ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കപ്പലണ്ടി, അതായത് കടല നമുക്ക് ചേർത്ത് കൊടുക്കാം. തൊണ്ടൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു മീഡിയം സൈസ് ഇഞ്ചി അത് ഞുറുക്കിയത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂണ് ജീരകം, ഒരു പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒരെണ്ണമാണ് ചേർത്തത്. ഒരു 2 ടീസ്പൂണ് പെരുംജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് മല്ലിക്കൊത്ത്, ഒരു 1/4 ടീസ്പൂണ് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 ക്ലോവ്സ് ഗ്രാമ്പു ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചൈനീസ് മല്ലിയില ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അതിൽ സാധാരണ മല്ലിയില ആണെങ്കിലും അതാണല്ലോ യൂസ് ചെയ്തോളൂ കേട്ടോ. ഞാനിവിടെ ഒരു പിടി മല്ലിയിലയാണ് എടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഏകദേശം നന്നായിട്ട് ഈ ഒരു ടെക്സ്ചറിലാണ് നമ്മൾ ഇത് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നത്. നന്നായിട്ട് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കിട്ടിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു കടായിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ഏകദേശം നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം 1/4 ടീസ്പൂണ് പെരുംജീരകം, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ ഉലുവ, ഒരു 1/4 ടീസ്പൂണ് നമ്മുടെ കറുത്ത എള്ളില്ലേ അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മസാലക്കൂട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മസാലക്കൂട്ടെല്ലാം ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആ റോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 to 3 മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് റോസ്റ്റായി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട്സും കുറച്ച് കിസ്മിസും കൂടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ കാഷ്യൂ നട്ടും കിസ്മിസും നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. റോസ്റ്റായ ഈ ഒരു നട്ട്സും കിസ്മിസും നമ്മുടെ ആ ഒരു മസാല കൂട്ടിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 3 മീഡിയം സൈസ് ഞാൻ പൊട്ടറ്റോ, അതായത് നമ്മുടെ കിഴങ്ങ് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ടൊന്ന് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പുഴുങ്ങിയെടുത്തതാണ്. ഇതുപോലെ സ്മാഷ് ചെയ്ത് ആഡ് ചെയ്തതിന് ശേഷം ഒരു 1/4 കപ്പ് നമ്മുടെ ഗ്രീൻ പീസ്, ഫ്രോസൺ ഗ്രീൻ പീസാണ്, അത് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്തതിന് ശേഷം ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉടച്ചൊടച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് യോജിച്ചെടുക്കാം കേട്ടോ. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഞാൻ ആദ്യമേ ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമ്മുടെ സ്റ്റഫിങ്സ് ഇവിടെ റെഡിയാണ്. നമുക്ക് നന്നായിട്ടൊന്ന് തണക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തണക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡാണ് നമുക്ക് ഏറ്റവും ആവശ്യം. ഡേറ്റ് തീരെ കഴിഞ്ഞതാണെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഡേറ്റ് നന്നായിട്ട് നോക്കിയതിന് ശേഷമേ എടുക്കാവുള്ളൂ കേട്ടോ, നന്നായിട്ട് ഫ്രഷ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ്സ്, ആ ബ്രൗൺ പാർട്സ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ബ്രെഡിൻ്റെ സൈഡ്സ് എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബ്രെഡ് ഏകദേശം ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി 12 എണ്ണമാണ്, 12 നമ്പേഴ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു പാതി നാരങ്ങ നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ചെറിയൊരു പുളിപ്പ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പാതി നാരങ്ങയുടെ നീര് നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സ്റ്റഫിങ്സിലോട്ടാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു വലിയ ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ ടേബിൾ സ്പൂൺ നമുക്ക് ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം നല്ലൊരു ബോളായിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ബോൾസ് ആക്കി ഉരുട്ടിയതിന് ശേഷം നടുവിൽ ഇതുപോലെ ഒരു ഗ്യാപ്പ് കൊടുക്കാം. അതായത് നമുക്ക് സ്റ്റഫിങ്സ് വെച്ച് കൊടുക്കാനാണ്. ഞാനിവിടെ ഒരു 4 നമ്പേഴ്സ് ബോൾസ് ഞാൻ ചീസാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു പീസസ് പ്രോസസ്ഡ് ചീസാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ പീസ് നമ്മുടെ ചീസ് എടുത്തിട്ട് നടുവിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ബോൾ ഉരുട്ടിയിട്ട് നമ്മൾ പ്ലേറ്റിലോട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതേ സെയിം രീതിയിൽ തന്നെ നമുക്ക് അടുത്തും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ബോളാക്കി ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നടുവിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഗ്യാപ്പ് വെച്ച് കൊടുക്കാം. ഗ്യാപ്പ് ആക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന
വെച്ചിരിക്കുന്ന ആ ഒരു ചീസ് നമുക്ക് ഇതിൽ ഉള്ളിലൊന്ന് വെച്ചിട്ട് ഒന്ന് സ്റ്റഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഈ ഒരു സ്റ്റഫിങ്സ് റൗണ്ട് ആ ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചീസ് സ്റ്റഫിങ്സ് ഉള്ളതും സാധാരണ സ്റ്റഫിങ്സും നമ്മൾ റെഡിയാക്കി ബോൾസ് ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബ്രെഡും കൊണ്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്തു കൊടുക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുക്കാം. ബൗളിലോട്ട് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതേ സെയിം അളവിൽ 1/2 ഗ്ലാസ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ ബ്രെഡ് എടുക്കാം. ബ്രെഡ് എടുത്തതിന് ശേഷം ഈ ഒരു ബ്രെഡ് നമുക്ക് ഈ ഒരു പാലിലോട്ട് 2 സൈഡ് നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മുക്കി കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മുക്കിയതിന് ശേഷം നന്നായിട്ട് 2 കൈ കൊണ്ട് ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. പാല് നന്നായിട്ടൊന്ന് ഊർന്നു പോകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് പതിയെ പ്രസ് ചെയ്തൊന്ന് പിഴിഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞു കൊടുത്തതിന് ശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒരു ചീസ് പൊട്ടാറ്റോ ബോൾസ് നമുക്ക് ഇതിൻ്റെ നടുവിൽ നിന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാം. ഗ്യാപ്പുള്ള ഭാഗം കൈയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പിഞ്ച് ചെയ്ത് നന്നായിട്ട് എല്ലാ ഭാഗം നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് ഈ ഒരു പരുവത്തിലൊന്ന് ആക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് പ്ലേറ്റിലോട്ട് വെച്ച് കൊടുക്കാം. ഇതേ സെയിം രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്ത് കൊടുക്കാം. നമ്മൾ പാലും വെള്ളവും കൂടെ ആഡ് ചെയ്ത് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്യുമ്പോഴത്തേക്കിന് ബ്രെഡ് ഒന്ന് മുക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ബ്രെഡിന് നല്ല സോഫ്റ്റ്നെസ്സും നല്ലൊരു ടെക്സ്ചറാണ് കിട്ടുന്നത്. സോ അതാണ് നമ്മൾ പാല് ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് റാപ്പ് ചെയ്തെടുക്കാം. എല്ലാം പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്ത് കിട്ടും. പൊട്ടലൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രൊസീജിയറിൽ നിങ്ങൾ ചെയ്ത് നോക്കൂ, നന്നായിട്ട് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. അപ്പം എല്ലാം ബോൾസ് നമ്മുടെ ഇവിടെ റെഡിയാണ്. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു കടായിൽ ആവശ്യാനുസരിച്ച് ഓയിൽ ചേർത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമ്മൾ ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് വേണം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഓരോന്നായിട്ട് ഇതുപോലെ ചേർത്ത് തിരിച്ചും മറിച്ചും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ബ്രെഡ് ബോൾസ് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം നമ്മളൊരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ സ്പാച്ചുല വെച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അതിനുശേഷം ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് പതിയെ ഒന്ന് ഇത് തിരിച്ചും മറിച്ചും തന്നെ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊരു ഗോൾഡൻ ഷെയ്ഡിലായിട്ട് നമ്മുടെ ഈ ഒരു ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തതിന് ശേഷം ഓരോന്നായിട്ട് എടുത്ത് നമുക്ക് വേറെ പ്ലേറ്റിലോട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതേ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ ചീസി ബ്രെഡ് ബോൾസും നോർമൽ ബ്രെഡ് ബോൾസും ഇവിടെ റെഡിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. പുറമിൽ നിന്ന് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും നല്ല പ്രത്യേക ഒരു മസാലക്കൂട്ടൊക്കെ നമ്മൾ ചേർത്ത് തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു ബ്രെഡ് ബോൾസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. പ്രത്യേകിച്ച് കുട്ടികളാണെങ്കിൽ നമ്മുടെ സ്റ്റഫ്ഡ് ചീസ് ബോൾസ് അവർക്ക് ധാരാളം ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റി ചാനൽ ഒന്ന് ഫോളോ ചെയ്യും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നത് വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.